ഹലോ ഡിയർ ആസ്പിരൻസ്. പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ മഗ്ഗപ്പ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് ഓർത്ത് വെക്കാറുണ്ട്. ഇപ്പോൾ പൗരത്വ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി, പൗരത്വ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒന്നും വേണ്ട, എന്ത് മതി, സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു ഓർഡിനറി ലെജിസ്ലേഷൻ മതി. ഇനി സംസ്ഥാനങ്ങളെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി, സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണം, പുതിയ സ്റ്റേറ്റിന്റെ അഡ്മിഷൻ, ന്യൂ ടെറിട്ടറി ഇന്ത്യയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്, അതായത് ആർട്ടിക്കിൾ 2-ലും 3-ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും എന്ത് മതി, ഓർഡിനറി ലെജിസ്ലേഷൻ മതി. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണോ എന്നുള്ള ചോദ്യത്തിന് വേണ്ട, ഓർഡിനറി ലെജിസ്ലേഷൻ മതി എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഭാഗം 1-ലും ഭാഗം 2-ലും എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണ്ടി വന്നില്ല, പകരം എന്ത് മതി, ഓർഡിനറി ലെജിസ്ലേഷൻ മാത്രം മതി എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ആദ്യം നമുക്ക് ഭാഗം 1 എടുക്കാം. ഭാഗം 1-ല് ആർട്ടിക്കിൾസ് 2 and 3-ലാണ്, 2-ലും 3-ലുമാണ് സ്റ്റേറ്റ്സിന്റെ റീഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 4 എന്താ പറയുന്നത്? ഈ ആർട്ടിക്കിൾ 2 ഉപയോഗിച്ചും ആർട്ടിക്കിൾ 3 ഉപയോഗിച്ചും സംസ്ഥാനങ്ങളെ ഇത്തരണത്തിൽ റീഓർഗനൈസ് ചെയ്യുമ്പം ആ റീഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണ്ട എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 4. അപ്പം എന്തുകൊണ്ട് ഭാഗം 1-ല് സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണങ്ങൾക്ക്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ സംബന്ധിയായിട്ടുള്ള രാജ്യത്ത് നടക്കുന്ന പുനഃക്രമീകരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണ്ട എന്നുള്ളതിൻ്റെ നിവർത്തി, സൊല്യൂഷൻ എവിടെ തന്നെ ഉണ്ട്? പാർട്ട് 1-ൽ തന്നെ ഉണ്ട്. ആർട്ടിക്കിൾ 4-ൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനെന്ത് വേണ്ട? ഇത് ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണ്ട. എന്ത് മതി? ഓർഡിനറി ലെജിസ്ലേഷൻ വിത്ത് സിമ്പിൾ മെജോറിറ്റി മതി. അപ്പോൾ പാർട്ട് 1-ൽ എന്തുകൊണ്ട് എന്നതിൻ്റെ ചോദ്യം ആർട്ടിക്കിൾ 4 ആണ്. ഇനി പാർട്ട് 2-ൽ വരുമ്പോഴോ, സിറ്റിസൺഷിപ്പിൽ ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നൊന്നുമില്ല. സിറ്റിസൺഷിപ്പിൽ പക്ഷേ നമ്മളത് ഇംപ്ലൈഡ് ആയിട്ട് അത് അവിടെ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കണം എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണ്ട, എന്തുകൊണ്ട് ഓർഡിനറി ലെജിസ്ലേഷൻ മതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കാരണം എന്താണ്? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, പൗരത്വം സംബന്ധിയായിട്ട് ഇന്ത്യൻ ഭരണഘടന പൗരത്വത്തെ സംബന്ധിച്ച് ആകെ പറയുന്നത് 5 മുതൽ 8 വരെയുള്ള ആർട്ടിക്കിൾസിലാണ്. ഇനി 5 മുതൽ 8 വരെയുള്ള ആർട്ടിക്കിൾസിൽ എന്താണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്? 1950 ജാനുവരി 26-ന് മുമ്പുള്ള അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വാട്ട് അബൌട്ട് 1950 ജാനുവരി 26-ന് ശേഷമുള്ള പൗരത്വം? അത് നിശ്ചയിക്കാനുള്ള ബാധ്യത, അല്ലെങ്കിൽ അത് നിശ്ചയിക്കാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എംപവർ ചെയ്തിരിക്കുന്ന ആരെയാണ്? ആർട്ടിക്കിൾ 11 പ്രകാരം ഇന്ത്യൻ പാർലമെന്റിനെയാണ്. അതായത് ഡെലിഗേറ്റ് ചെയ്ത് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിന്. അപ്പോൾ അതാണ് കാരണം. കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തണ്ട, പൗരത്വ സംബന്ധിയായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നതിന് എന്ത് വേണ്ട, നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തണ്ട. കാരണം എന്താണ്? ആർട്ടിക്കിൾ 11-ൽ പൗരത്വ സംബന്ധിയായിട്ടുള്ള എല്ലാ ഫ്യൂച്ചർ നിയമങ്ങളും ലെജിസ്ലേറ്റ് ചെയ്യാനുള്ള അധികാരം, എംപവർമെന്റ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? പാർലമെന്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ത് വേണ്ടാത്തത്, ഈ സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും വേണ്ടാത്തത്, അല്ലെങ്കിൽ 368-ലെ പ്രൊസീജിയർ ഉപയോഗിച്ച് ഭരണഘടനയെ ഭേദഗതി ചെയ്യേണ്ട സാഹചര്യം പാർട്ട് 1-ലും പാർട്ട് 2-ലും ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ പറഞ്ഞതാണ്. ഒന്ന്, ആർട്ടിക്കിൾ 4-ൽ അത് വേണ്ട എന്ന് പാർട്ട് 1-നെ സംബന്ധിച്ച്, ആർട്ടിക്കിൾസ് 2 and 3 ആയിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി സിറ്റിസൺഷിപ്പിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ 11 പ്രകാരം എല്ലാ പൗരത്വ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും തീരുമാനിക്കാൻ ഇന്ത്യൻ പാർലമെന്റിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ 2 കാരണങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് പാർട്ട് 1-ലും പാർട്ട് 2-ലും എന്താവശ്യമില്ലാത്തത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആവശ്യമില്ലാത്തത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ കൺസെപ്ച്വലിയും കൂടി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. മഗപ്പ് ചെയ്ത് മാത്രം സിമ്പിൾ മെജോറിറ്റി മതി എന്ന് മാത്രം ഓർത്തിരിക്കുന്നതിനപ്പുറം എന്തുകൊണ്ട് സിമ്പിൾ മെജോറിറ്റി എന്നുള്ള ആലോചിക്കണം. അതിൻ്റെ കാരണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.